നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള വലിയ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന് എത്ര പേർക്കറിയാം? ശരിക്കും ഓർത്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരമായിട്ട് ഇതല്ലേ പ്രശ്നം, അതിന് പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ കാത്തിരിക്കുന്ന വലിയൊരു അഭിഷേകത്തെ തടയാൻ കുഞ്ഞൊരു കല്ലിന് വരെ പറ്റും. ചെറിയൊരു കല്ലിന് നമ്മൾ ചോദിക്കും, ചെറിയ കല്ലല്ലേ, കല്ല് മാറ്റിയാൽ പുഴു പോവുമോ? കല്ല് മാറ്റിയാൽ മരിച്ച് ചീഞ്ഞവൻ നേരെ വരുമോ? അറിയില്ല. കല്ല് മാറ്റിയാൽ കടബാധ്യത മാറുമോ? കല്ല് മാറ്റിയാൽ എൻ്റെ കുടുംബപ്രശ്നം തീരുവോ? കല്ല് മാറ്റിയാൽ എൻ്റെ മക്കൾ അഭിവൃദ്ധിപ്പെടുവോ? കല്ല് മാറ്റിയാൽ മരിച്ചവൻ ഉയർക്കുവോ? കല്ല് മാറ്റിയപ്പോൾ അത്ഭുതം നടന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു പ്രവൃത്തി സംഭവിക്കുമ്പോൾ ദൈവശക്തി വെളിപ്പെട്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. എഴുതിയിരിക്കുകയാണ് വചനത്തിൽ, അവർ ആ കല്ല് എടുത്തു മാറ്റി. ഇനിയാണ് മിറക്കിൾ സംഭവിച്ച സ്റ്റേജ്, അത്ഭുതങ്ങൾ സംഭവിച്ചത്. ദൈവശക്തി വെളിപ്പെട്ട് മരിച്ച് 4 ദിവസമായിരുന്ന മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നത് ഈ കല്ലെടുത്ത് മാറ്റിയ പിന്നെയാ. ഒന്ന് ശ്രദ്ധിച്ചേ, വലിയൊരു അത്ഭുതം നടക്കാൻ ഈശോ ആവശ്യപ്പെട്ടത് ഒരു ലോഡ് കല്ലെടുത്ത് മാറ്റണമെന്നല്ല, ഒറ്റ കല്ല്. വലിയൊരു അത്ഭുതം നടക്കാൻ ഈശോ ആവശ്യപ്പെട്ടത് കുഞ്ഞു കാര്യമാണ്. ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന വലിയൊരു അനുഗ്രഹത്തെ ദൈവം അയക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് കുഞ്ഞു കാര്യം ആവശ്യപ്പെടും. ഒന്നെടുത്ത് മാറ്റ്. ഈ ഒരു കുഞ്ഞു കാര്യത്തിൽ വലിയ അനുഗ്രഹങ്ങളെ ദൈവം അയക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തൊണ്ണ പൊട്ടി 1000 മണിക്കൂർ കരയുന്നതിനേക്കാൾ വിലയുണ്ട് പാപത്തെക്കുറിച്ച് അനുതപിച്ച് ദൈവമേന്ന് ഒരു പ്രാവശ്യം വിളിക്കുന്നതിൻ്റെ പവർ. ദൈവം ശരിക്കും പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. ഞങ്ങളുടെ ധ്യാനം നടക്കുന്ന സ്ഥലത്ത് ഒരു 10-25-26 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ധ്യാനത്തിന് വന്നിരിക്കുകയാണ്. ധ്യാനത്തിന് വന്നത് ആരുടെയോ നിർബന്ധത്തിന് വന്ന കോഴിക്കോട് ജില്ലയിൽ ബസ് ഓടിക്കുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ കണ്ടക്ടറാണ്. പിന്നെ അദ്ദേഹത്തിന് വേറൊരു തൊഴിലുണ്ട്, പാർട്ടിക്ക് വേണ്ടി തല്ലാൻ പോകുന്ന ഒരു പണിയും കൂടിയുണ്ട്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പല തല്ല് കേസിലെ ഒരു പ്രതിയാണ്. ഈ വ്യക്തിയുടെ രണ്ടാമത്തെ പണി പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാണ്. ഈ വ്യക്തി ഒരു ദൈവവിശ്വാസവും പ്രാർത്ഥനയും ഇല്ല. ആരോ പറഞ്ഞു, നീ ധ്യാനം കൂടിക്കഴിഞ്ഞാൽ നിന്റെ കല്യാണം നടക്കും. അങ്ങനെ ആ മനുഷ്യൻ ധ്യാനം കൂടാൻ വന്നിട്ട് ഈ വ്യക്തിക്ക് ഈ പ്രത്യേകതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്, ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ അല്ലെങ്കിൽ ഒപ്പം മുറിയിലുണ്ടായിരുന്നവർ പറഞ്ഞു, ഞങ്ങളെ ആ വ്യക്തിയെ മുറിയിൽ നിന്ന് മാറ്റി തരണം, ആകെ പ്രശ്നമാണ്, ആ മുറി കിടക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞു. പുള്ളി ആകെ ഒരു ഞെട്ടിക്കലും പേടിപ്പിക്കലും എല്ലാം ഒരു ഗുണ്ടായുസമാണ്, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ രാവിലെ 7 മണിക്ക് ബസ്സുണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. അയ്യോ, എന്നെ പറഞ്ഞു വിടരുത് പറഞ്ഞു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഒരു കൊന്ത വെഞ്ചരിച്ച് തരുവാണെങ്കിൽ ഞാനത് പ്രാർത്ഥിച്ചോളാം, എനിക്കൊരു കൊന്ത വെഞ്ചരിച്ച് തരാൻ പറഞ്ഞു. ഞാൻ വെള്ള മുത്തുള്ള ഒരു കൊന്ത ഒന്നും നോക്കാതെ പോയി എൻ്റെ കൈ കിട്ടിയ ഒരു കൊന്ത കടയിൽ നിന്ന് എടുത്തിട്ട് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് ഈ വ്യക്തിയുടെ അടുത്ത് കൊടുത്തു. അദ്ദേഹം അതിങ്ങനെ മുറുക്ക പിടിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പോയി. കുമ്പസാരത്തിൻ്റെ ദിവസം അദ്ദേഹം 2 മിനിറ്റ് പോലും ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവില്ല കുമ്പസാരിക്കാൻ. കുമ്പസാരിച്ചോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. കുമ്പസാരിക്കാൻ പോയി അതേ സ്പീഡിൽ തിരിച്ചു പോകുന്നതും കണ്ടു. ഇത് ഞാൻ കണ്ടത് കൊണ്ട് എൻ്റെ അടുത്തുനിന്ന് ഒരാളോട് ഞാൻ പറഞ്ഞു, ആ വ്യക്തിയോട് പോയിട്ട് ധ്യാനം കഴിയുമ്പോഴെങ്കിലും നല്ലൊരു കുമ്പസാരം അതിനു മുമ്പെങ്കിലും നടത്തണം കേട്ടോ എന്നൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പോയി പറഞ്ഞു. അദ്ദേഹം അതിന് മൈൻഡ് ചെയ്തോ ചെയ്തില്ലയോ എന്നറിയില്ല. പിറ്റേ ദിവസം ഈ വ്യക്തി ഒരു ആവശ്യമായിട്ട് വന്ന് എനിക്ക് ഒന്നും കൂടി ഒന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഒരു അച്ഛനാണ് കുമ്പസാരിപ്പിക്കാൻ വേണ്ടി കിട്ടിയത്. ചെറുപ്പക്കാരനായ ഒരു അച്ഛൻ. ആ അച്ഛൻ സാധാരണ പോലെ കുമ്പസാരിക്കാൻ വന്ന ഒരു കസേരയിൽ ഇരുന്നു. 50 മിനിറ്റോളം ഏകദേശം എടുത്ത് കാണും. അപ്പോൾ ഈ ചെറുപ്പക്കാരനായ അച്ഛൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാളോട് പറഞ്ഞു, നീ അപ്പുറത്ത് ആ കസേര എടുത്ത് കസേരയിൽ ഇരുന്നോളാൻ പറഞ്ഞു. നിൽക്കണ്ട, മുട്ടേ നിൽക്കണ്ട, ഇത്രയും നേരം മുട്ടേ നിന്നപ്പോൾ ഒരു വിഷമം ഇല്ല, മുട്ടേ നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് കുമ്പസാരിച്ചു. അത് കരഞ്ഞാണ് കുമ്പസാരിച്ചത്. കുമ്പസാരിച്ച് കഴിഞ്ഞ് ഈ അച്ഛൻ ഓടി വന്ന് എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, കുമ്പസാരിക്കാനായിട്ട് എൻ്റെ അടുത്ത് ഈ അച്ഛൻ കുമ്പസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ അച്ഛനോട് എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന്. ഒരു സാധാരണക്കാരൻ അവൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പാപത്തിൻ്റെ കല്ലുകൾ മുഴുവൻ എടുത്തപ്പം കുമ്പസാരം കേട്ട വൈദികൻ അച്ഛൻ പറയാണ്, എനിക്കൊരു ധ്യാനത്തിന് പോയിട്ട് പോലും
ഇതുപോലെ പശ്ചാത്താപവും അനുതാപവും ഉണ്ടായിട്ടില്ല. എൻ്റെ കുമ്പസാരം കേൾക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ ഊറാല എടുത്ത് എൻ്റെ കഴുത്തേലോട്ട് ഇട്ടു, നിർബന്ധിച്ച് എന്നെ ഇരുത്തിയിട്ട് അച്ഛൻ മുട്ടുകുത്തി. വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു അച്ഛനാണ് ഞാനുമായിട്ട്. അച്ഛൻ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ പോലെ ഈ ഊറാല എടുത്ത് മടക്കിയപ്പോൾ ഈ അച്ഛൻ കണ്ണാടി എടുത്തിട്ട് കീശയിൽ നിന്ന് തുവാലയെടുത്ത് 2 കണ്ണിൽ നിന്നും കണ്ണുനീരങ്ങ് തുടച്ചിട്ട് എന്നെ ചേർത്ത് ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ കുമ്പസാരിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. ആ മുറിയിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത് വലിയൊരു സന്തോഷത്തോടെയാണ്. വേറൊരു ലെവലിലേക്ക് ആ ബന്ധം മാറി, ഒരു ആത്മീയ ബന്ധമായി. അന്ന് വൈകുന്നേരത്തെ ആരാധനയിൽ 7:30 മണി സമയത്ത് ഏകദേശം നടക്കുന്ന ആരാധനയിൽ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് അൾത്താരയിൽ കത്തിച്ചു വച്ചിരിക്കുന്ന മെഴുകുതിരിയുടെ വെട്ടം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ സാധാരണ കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വെറുതെ ഞാൻ പകുതി ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പം ഞാൻ മുമ്പേ ഉഴപ്പനായി വിധി എഴുതിയ, ഇവൻ ധ്യാനിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഈ ഉഴപ്പനായ 10-25 വയസ്സുള്ള ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ കണ്ടക്ടർ പണി എടുത്തുകൊണ്ടിരുന്ന, പാർട്ടിക്ക് വേണ്ടി തല്ലാനൊക്കെ പോയിക്കൊണ്ടിരുന്ന ഇവൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് 2 കണ്ണിക്കൂടെയും കണ്ണുനീരൊഴുകി ഒന്നും ശ്രദ്ധിക്കാതെ പ്രാർത്ഥിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു ആഗ്രഹവും കുറച്ചുകൂടെ ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ദർശനം കാണുന്ന പോലെ എനിക്ക് തോന്നുവാണ്. ഒരു ദർശനം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച എൻ്റെ മനസ്സിൽ തോന്നുവാണ്. ഇരിക്കുന്ന ധ്യാനം നടത്തുന്ന ഹാള് മുഴുവൻ വെള്ളപ്പുക കൊണ്ട് മൂടിപ്പോയല്ലോ എന്ന് എനിക്ക് തോന്നി. വെള്ളപ്പുക, മൊത്തം പുക, വെളുത്ത നിറമുള്ള മഞ്ഞും പുകയും മൂടി മനുഷ്യനെ കാണുന്നില്ലാത്ത പോലെ. സത്യമാണോന്നറിയാൻ ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ സാധാരണ പോലെ അതൊരു 3 പ്രാവശ്യം മനസ്സിൽ കണ്ടു. ആരാധന കഴിഞ്ഞ് വേഗം മുറിയിൽ പോയി എൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ഞാൻ മാനന്തവാടി രൂപതയിലെ ഒരു അച്ഛനായ, ഒരു പരിചയമുള്ള ഒരു അച്ഛനെ, ധ്യാനവുമായി ബന്ധമുള്ള പ്രാർത്ഥന അച്ഛനെ വിളിച്ചിട്ട് പറയാം, അച്ഛാ, ആരാധനയുടെ ഇടയിൽ ഞാൻ ഈ ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ മഞ്ഞും വെള്ളപ്പുകയും നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു, അതെന്താ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, കുമ്പസാരം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു, കുമ്പസാരം നന്നായിട്ട് നടത്തി. പക്ഷെ ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര ശക്തമായിട്ട് കുമ്പസാരിച്ചു. ഒരു 19 മിനിറ്റ്, 1 മണിക്കൂറോളം എടുത്ത് കുമ്പസാരിച്ചു. അത് ഭയങ്കര ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറയുവാണ്, നല്ലപോലെ കുമ്പസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ആ സമൂഹത്തെ മുഴുവൻ ഏറ്റെടുക്കുന്നതായി അച്ഛന് ബോധ്യം നൽകിയതാണെന്ന്. അതായത് പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി അനുതാപത്തോടെ ഏറ്റു പറയുമ്പോൾ ആ സമൂഹത്തെ മുഴുവൻ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തുന്ന അടയാളം പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നതാണെന്ന് എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? നല്ല ഒരു അനുതാപം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ ഏറ്റെടുക്കുന്നു. അങ്ങനെയെങ്കിൽ കരങ്ങൾ ഉയർത്തി ഉറക്കെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ.